മീറ്റ് അൻവിൻ ജോസ്. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് നമ്മൾ അൻവിനെ കോൾ ഔട്ട് ചെയ്തത് അൻവിൻ പൈസ ഉണ്ടാക്കുന്നതിന്റെ രീതിയും അൻവിന്റെ സ്കാം അക്യൂസേഷനും മാത്രമാണ്. അൻവിൻ UK പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു സോഴ്സ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഇടയ്ക്ക് വീസ വാഗ്ദാനം ചെയ്തിട്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പൈസ. ഈ പൈസ അൻവിന്റെ അച്ഛന്റെ അക്കൗണ്ടിലോട്ടാണ് അൻവിൻ മേടിച്ചോണ്ടിരുന്നത്. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. അൻവിന്റെ കെയർ ഹോമിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അൻവിൻ പറഞ്ഞത് 21 കോടിയുടെ പ്രോഫിറ്റ് ആണ് അൻവിൻ ഉണ്ടാക്കിയെന്നുള്ളതാണ്. ബട്ട് അൻവിന്റെ ബിഗസ്റ്റ് സ്കാം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവിൻ 18 ലക്ഷം രൂപയ്ക്കും 16 ലക്ഷം രൂപയ്ക്കും 14 ലക്ഷം രൂപയ്ക്കും ഒക്കെ കൊടുക്കുന്ന അൻവിന്റെ ഓട്ടോ സ്പാ എക്സ്പ്രസ് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതൊക്കെ പോട്ടെ, ഇതെല്ലാം പോട്ടെ, പക്ഷേ അൻവിൻ UK ഗവൺമെന്റിന് പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഓട്ടോ സ്പാ എക്സ്പ്രസിലൂടെ അൻവിൻ വാഗ്ദാനം ചെയ്യുന്നത്. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരും. അതായത് ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്ക് 2 UK വീസയും കൂടെ അൻവിൻ ഓഫർ ചെയ്യുന്നുണ്ട്. അൻവിൻ ആരാധന തൂക്കിയല്ലോ നാഥ. ഇത്രയും കോൾ ഔട്ട് ചെയ്തതിന് ശേഷവും അൻവിന്റെ കള്ളത്തരങ്ങൾ മാറ്റിയിട്ടില്ല. അതിന് തെളിയിക്കുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. പുറത്തോട്ട് പോവാ. ഈ കിടക്കുന്ന വണ്ടികളൊന്നും ഓടത്തില്ല. എന്റെ സെക്കൻഡ് ഹാൻഡ് BMW എടുത്ത് ഞാൻ ഒരു സ്ഥലം വരെ പോവാ. നിങ്ങൾ ആ കണ്ട അൻവിന്റെ സെക്കൻഡ് ഹാൻഡ് BMW അൻവിന്റെ അല്ല, 1.5 വർഷം മുമ്പ് അത് വേറൊരു വ്യക്തി മേടിച്ചിട്ടുള്ളൊരു സാധനമാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അതിന്റെ പ്രൂഫും കാണിക്കാം. എന്റെ ചേട്ടൻ്റെ ഉണ്ട് അൻവിന്റെ ഏതോ കൂട്ടുകാരൻ്റെ 1.5 വർഷം മുന്നേ 1.5 വർഷമായിട്ട് എന്റെ ചേട്ടൻ്റെ കള്ളത്തരങ്ങൾ എവിടെയും തീരുന്നില്ല. കൊള്ളാം, നാടകം നന്നായി, നിന്റെ വേഷവും യു പ്ലേഡ് വെരി വെൽ. നിലവിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻവിന്റെ എതിരെ സംസാരിച്ചു എന്ന് പറയുന്ന UK എല്ലാ കുട്ടികളെയും പോയി കണ്ടു കഴിഞ്ഞിട്ട് അവരെ ടോർച്ചറും അവരെ ഹ്യൂമിലിയേറ്റും അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ എനിക്കെതിരെ വരെ തിരിച്ചു തുടങ്ങി. അതും തെളിയിച്ചു തരാം. ഇത് നിനക്കുള്ള അടിയല്ല, നിന്റെ അച്ഛനുള്ള അടിയാ. ഇമാരി ഉരുപ്പടിനൊക്കെ ഭൂമിയിലോട്ട് ഇറക്കുന്നതിന് കേട്ടോ. അൻവിൻ ഇവിടെ നടത്താൻ കൊണ്ടുപോയിരുന്ന ഒരു സ്കാം, അത് നടക്കുന്നതിന് നമ്മൾ കോൾ ഔട്ട് ചെയ്തു. ഒരു സ്കാം നടന്നതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനെക്കാട്ടി നല്ലതാണെന്ന് വിചാരിക്കുന്നു അത് നടക്കുന്നതിന് മുമ്പ് തടയുന്നത്. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം തരക്കട്ടെ. ഇൻഫ്ലുവൻസേഴ്സിനെ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. കണ്ട രോമൊക്കെ എണീറ്റ് പുഷപ്പടിക്കണം.